ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കെ ക്ലാസ്സസ്. മക്കളെ, നമ്മൾ +1 അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ കരുതേണ്ടതുണ്ട്. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുക എന്തൊക്കെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഒന്നാമത് നമ്മളെ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, വിടുതൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്. ഇത് മൂന്നും നിങ്ങളെ കയ്യിൽ വേണം. 2 പ്രായപരിധി ഇളവ് വേണ്ടവർ, അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. 3 ഭിന്നശേഷിക്കാർ, അപ്പോൾ മെഡിക്കൽ ബോർഡ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് എത്ര % ആണ് എന്ത് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. 4 കാസ്റ്റ് നിങ്ങളെ SSLC ബുക്കിൽ നിന്ന് ഡിഫറൻ്റ് ആണെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ഓക്കെ, എന്ത് ചെയ്യുക. അതുപോലെ OEC-കാർക്ക് റവന്യൂ, നിങ്ങൾ ഫീസിൽ ഇളവ് ലഭിക്കേണ്ടവർ റവന്യൂ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക വില്ലേജിൽ നിന്ന് വേണ്ടി വരും. ഓക്കെ, പിന്നെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം ആവുന്നൊരു പ്രശ്നമല്ല, മലയാളമല്ലാതെ എന്ത് ചെയ്യുക തമിഴ് അല്ലെങ്കിൽ കന്നഡ സെലക്ട് ചെയ്തവർ SSLC ബുക്കിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കറക്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ കരുതണം. ഓക്കെ, പെർമനൻറ്റ് അഡ്രസ് SSLC ബുക്കിൽ നിന്ന് ഡിഫറൻ്റ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ കരുതുക. പിന്നെ NCC-കാർ 75% അറ്റൻഡൻസ് ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ വേണം. അതുപോലെ തന്നെ സ്കൗട്ട് പുരസ്കാർ നേടിയവർ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതുക. ഓക്കെ, പിന്നെ ആർമി, എയർഫോഴ്സ്, നേവി ഇതിലുള്ള ജവാന്മാരുടെ മക്കളാണെങ്കിൽ അവരുടെ സർവീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതൊന്ന് കയ്യിൽ കരുതുക. അതുപോലെ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ സൈനിക വെൽഫെയർ ബോർഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ വെക്കണം. SPC-കാർക്ക് കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അത് കയ്യിൽ കരുതുക. ഇപ്പോൾ ടൈ ബ്രേക്കിങ്ങിന് ആവശ്യമായി, ഇപ്പോൾ ടൈ ബ്രേക്കിങ്ങിൽ NTSC, NMMS, USS, LSS ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഇപ്പോൾ യുവജനോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, കായിക മേളയിൽ പങ്കെടുത്തിട്ടുണ്ട്, അത് 10ാം ക്ലാസ്സിൽ പങ്കെടുത്തയക്കണം. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പങ്കെടുത്ത സർട്ടിഫിക്കറ്റുകളൊന്നും നമുക്ക് ടൈ ബ്രേക്കിങ്ങിൽ ഉപയോഗിക്കില്ല. 10ാം ക്ലാസ്സിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റുകളാണ് ടൈ ബ്രേക്കിങ്ങിൽ ഉപയോഗിക്കുക എന്ന് പറയാം. പിന്നെ NTSC-ക്ക് ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ SCERT-യിൽ നിന്നോ NCERT-യിൽ നിന്നോ കിട്ടിയ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഏതെങ്കിലും നിങ്ങൾ പങ്കെടുത്തവരാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അത് ഏതെങ്കിലും എന്ത് ചെയ്യുക പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക തനതായിട്ട് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും, അത് നിങ്ങൾ കയ്യിൽ കരുതുക. അതുപോലെ ലിറ്റിൽ കൈറ്റ്സിൽ അംഗമാണെങ്കിൽ A ഗ്രേഡ് നേടിയിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ കരുതണം. അതുപോലെ EWS, അതായത് മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, വില്ലേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും, അത് നിങ്ങൾ കയ്യിൽ കരുതണം. പിന്നെ അതുപോലെ തന്നെ LSS, USS, NMMS ഇതിനൊക്കെ കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് കയ്യിൽ വയ്ക്കുക. അതുപോലെ തന്നെ പ്രത്യേക പരിഗണനയ്ക്ക് നിങ്ങൾ അർഹരാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിന് അത് ഏതിൽ നിന്നാണോ നിങ്ങളതിൻ്റെ കറസ്പോണ്ടിങ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് അത് നിങ്ങൾ കയ്യിൽ കരുതുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.